നമസ്കാരം. അപ്പോൾ മായൻമോറ്റയുണ്ട്, നമസ്കാരം. നിഷ ഇടുക്കിയുണ്ട്. നിഷ ഇടുക്കി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. റിവ്യൂ പറയുന്നു, പിന്നെ ഏത് പുതിയ പുതിയ വർക്കുകൾ ചെയ്യുന്നു, പിന്നെ എന്നെ നായകനായിട്ടൊരു സിനിമ ചെയ്യുന്നൊക്കെയാണ് പറയണത്. ചിലപ്പോൾ നടക്കുമായിരിക്കും, വല്ല ലോട്ടറിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കണത് അല്ലേ നിഷ? ലോട്ടറി അടിച്ച് നടക്കുമോ? പിന്നെ ലോട്ടറി അടിച്ചാലും നടക്കും, അടിച്ചില്ലേലും നടക്കും. ശരി ശരി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെട്ടിക്കഴിഞ്ഞാൽ ഒരു പടത്തിലെങ്ങനെ നായകനാക്കി തരാമെന്ന് നിഷ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുടിയൊന്ന് വെട്ടിയിട്ടോ. സത്യം പറഞ്ഞാൽ മുടി വെട്ടിയതിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചു. കാരണം ഫസ്റ്റ് ഇൻ്റർവ്യൂ നമ്മുടെ നിഷ ഇടുക്കിയുടെ നിഷ ചാനലിലാണ് വന്നത് അല്ലേ? നിഷ മീഡിയ ചാനലിലാണ് വന്നത്. കാരണം ഞാൻ ജസ്റ്റ് വിളിച്ചു, ആലുവയിലൊരു വർക്കിന് പോകുന്ന നിഷ പെട്ടെന്ന് വിളിച്ചു. ശരി, എന്താ പരിപാടി എന്ന് വെച്ച് പറഞ്ഞു. നിഷ എൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി. മുടി വെട്ടിയോ? അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ട് ചെയ്തില്ലോ, ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ട് മുടി വെട്ടിയില്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു സുഹൃത്തുൻ്റെ കോമഡി ഉത്സവത്തിലൂടെ വന്ന സുമേഷ് കുഡ്ലക്ക് അല്ലടാ, സുമേഷ് കുഡ്ലക്ക് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, ഞാൻ പുഷ്പ നമ്മുടെ അനൂപ് വ്ളോഗിൽ പുഷ്പയുടെ ഒരു സംഭവം ചെയ്തിരുന്നു, ഞാനും പെരേരെ. അപ്പോൾ ഈ പുഷ്പയുടെ ഒരു കണ്ടൻറ്റ് അത് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരുപാട് പേര് നെഗറ്റീവും പറഞ്ഞു പോസിറ്റീവും പറഞ്ഞു അല്ലേ? അപ്പോൾ സുമേഷ് വിളിച്ചിട്ട് ഊടുപാട വെച്ച നിൻ്റെ മുടി വെട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക് ടൗണിൽ കിടന്ന് മകനും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം അങ്ങനെ സുമേഷ് കുള്ളക്ക് പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ച് അന്ന് വൈകിട്ട് പോയി മുടി താടിയൊക്കെ വെട്ടി. അപ്പം ഈ കാര്യം നിഷയോടാണ് ആദ്യം പറഞ്ഞത്. നിഷയുടെ ചാനലിൽ ഫേസ്ബുക്കിലൊക്കെ അത് ഇട്ടു ആദ്യമായിട്ട്. അപ്പം നല്ല അഭിപ്രായം വന്നിട്ട് കുറേ പേര്. അഭിലാഷിനോട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഭിലാഷ് നീ മുടി താടിയും വെട്ടിയാലാണ് നിനക്ക് ജനങ്ങളിൽ നിന്നൊരു വേറൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നീ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതവനത് രണ്ട് കൈയ്യാലെ സ്വീകരിക്കുകയും ചെയ്തു. വളരെ സന്തോഷം. അത് സന്തോഷം. അപ്പം നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ കുറേ ആൾക്കാർ പോസിറ്റീവായിട്ട് പറഞ്ഞു, അതിൽ ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം നെഗറ്റീവ് ഒരുപാട് പേര് പറഞ്ഞിരുന്നല്ലോ ഈ മുടിയും താടീനെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞ് ഇറക്കി വിടും താടിയും മുടി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ബിഗ് ബോസ് പോകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടല്ലോ മകനെ. ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കില്ല. അതെല്ലാം കാരണം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ഫിക്സ് ചെയ്തിരുന്നു. അതായത് ആളുടെ പേരൊന്നും പറയല്ല, ഏറ്റവും അവസാനം ആ വ്യക്തിയെ മാറ്റിയിട്ട് വേറെ ആളെ അടുത്ത കണ്ടന്റ് പറഞ്ഞത്. അതായത് ഒരു വ്യക്തിയെ ഫിക്സ് ചെയ്ത് ആരാ പേരെന്ന് ചോദിക്കരുത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ ഞങ്ങളെ വിളിക്കാണ്ടിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എങ്കിലും ഞങ്ങളുടെ താല്പര്യം അഭിപ്രായങ്ങളും വരാൻ താല്പര്യമുള്ള കാര്യങ്ങളും ഞങ്ങൾ സോഷ്യൽ മീഡിയ ആയിട്ടൊന്ന് പങ്കുവെച്ചു അല്ലേ നിഷ? നിഷ ഇടുക്കിയാണെങ്കിലും മായൻമോറ്റയാണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്തൊരു കാര്യം തന്നെയാണ് അല്ലേ? സത്യമല്ലേ? അപ്പൊ ക്രിസ്മസ് ഒക്കെ വരുമല്ലോ മായനെ, പിന്നല്ലാതെ അല്ലേ? എല്ലാവർക്കും എങ്ങനെയുണ്ട് ഈ വർഷം? ക്രിസ്മസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, അത്യാവശ്യം ഞാനും അഭിലാഷും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാക്കനാട് ഒരു പരിപാടി, ഡോക്ടേഴ്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു മൊമെന്റോ ഒക്കെ നൽകി. പിന്നെ അതുപോലെ വേറെ പ്രോഗ്രാം തൊടുപുഴ വണ്ടമറ്റത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് ചെയ്തു. ഇപ്പൊ അടുത്ത പാമ്പാക്കൂടെ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വരുന്നു. നിഷയുടെ വിശേഷങ്ങൾ എന്താണ്? ക്രിസ്മസ് നാട്ടിൽ പോവോ? നാട്ടിലെ പോകുന്നില്ല. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പളനി, കോയമ്പത്തൂര്, കന്യാകുമാരി ഒക്കെ ഫാമിലി ആയിട്ടല്ലേ ടൂറ് പോകാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ കാര്യം ചോട്ടെ, ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു നെഗറ്റീവാണോ പോസിറ്റീവാണോ? വീട്ടുകാരൊക്കെ പോസിറ്റീവാണ്. എന്റെ കൂടെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളായിട്ടും. അവർക്കൊന്നും ഒരു വിഷയം. പിന്നെ എന്താണെന്ന് വെച്ചാൽ വളർച്ച ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾ. നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ 10 പേര് തിരിച്ചറിയുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്ക്. പക്ഷെ നമ്മുടെ അടുത്ത ആളുകൾക്കല്ല. അല്ല നിഷ, അത് പൊതുവെ ഉള്ളതാണ്, നിലവിലുള്ളതാണ്. അറിയില്ലാത്തവർക്ക് മാത്രം നിഷ അതിനുള്ള നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അല്ലേ? ആദ്യമൊക്കെ ഞാൻ നല്ല തെറി തന്നെ കമന്റ് ഇടും. ഇപ്പൊ ഞാൻ പറയാറില്ല, കാരണം എന്റെ വീട്ടുകാർ പറഞ്ഞു തിരിച്ച് പറയാൻ നിൽക്കണ്ട. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, കണ്ടതിന് ശേഷമാണ് നെഗറ്റീവ്. അല്ല, അവരോട് നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. അല്ല അഭിലാഷ, ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ തന്നെ മൂവാറ്റുപുഴയില് എന്നെ ഈ പെരിയോന എന്നുള്ള പാട്ടില് എന്നെ കൊണ്ടൊന്നും മതിയായ കുഴിക്കാത്ത, അതെന്റെ മാതാവ് എന്റെ ഭാര്യയും കണ്ടപ്പോ എന്തോരം സങ്കടപ്പെട്ടു എന്നറിയാം. അതൊക്കെ ചെയ്യണ ശരിയൊന്നും മനസ്സിലായില്ല. എന്താ പറയുക? മറ്റേ പെരിയോന എന്നുള്ള പാട്ട് വെച്ചുള്ള ഒരു വീഡിയോ എന്നെ കുഴിക്കാത്തുനിന്ന് പൊക്കി എടുത്തോണ്ട് വന്ന് നിങ്ങൾ കളിയാക്കിയത് അതൊക്കെ ചെയ്യുന്ന അത് മോശമാണ്. നമ്മളെ ജീവിതത്തിൽ നാളെ നമുക്ക് മരണം സംഭവിക്കും. എല്ലാവർക്കും മരണമുണ്ട് അല്ലേ? ഈ മരണം എന്താണെന്നും പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്രോ നാള് നമ്മളൊന്ന് സന്തോഷം. അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ പള്ളിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ആൾക്കാർ മൊത്തം എന്നെ വിളിച്ചു, എന്നെ പള്ളിയിൽ വിളിച്ചു വരുത്തിയിട്ട് ആ ചെയ്യിപ്പിച്ച ആളെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചു. അതാണ് ഏറ്റവും വലിയത്. മനസ്സിലായില്ലേ? കാരണം ഞാൻ പറയട്ടെ, ഞാൻ പള്ളിയിൽ കയറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയാസ് ബക്കർക്കട കൂടെ കലാഭവന വാസ്കടെ നിയാസ് ബക്കറല്ല, അബൂബക്കർക്കട മോൻ. അത് അബീക്ക മരിച്ച സമയത്ത്, നമ്മുടെ അബീക്ക മരിച്ച സമയത്ത്
അബീഖാനെ കൊണ്ടാണ് പള്ളിയിൽ പോയത്, പെരുമറ്റം പള്ളിയിൽ. പെരുമറ്റം പെരുമറ്റം പള്ളിയിൽ ആ പോയ അബീഖാടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നിയാസ്കാടെ കൂടെ 5 പ്രോഗ്രാം ചെയ്യാനും പറ്റി. അതായത് അന്ന് ഞാൻ പ്രോഗ്രാം കാണിച്ചു കൊടുത്തപ്പോൾ നിയാസ്ക പറഞ്ഞ്, ഇന്ന് മറിമായത്തിലേക്കുള്ള നിയാസ്ക പറഞ്ഞതിനെന്തറിയോ, എടാ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ ഇന്നെങ്കിലും യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഉണ്ട്, ഞങ്ങൾ മിമിക്രി കളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നും കാണിച്ചു കൊടുക്കാനില്ലായിരുന്നു. അപ്പൊ അവർ അതിലൂടെ കഷ്ടപ്പെട്ടു. പിന്നെ എന്നെ സംബന്ധിച്ച് വേറെ പിന്നെ സോഷ്യൽ മീഡിയ സപ്പോർട്ടാണ്, സോഷ്യൽ മീഡിയ ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ഒരു കലാകാരനെ വളർത്തുന്നതും തളർത്തുന്നതും സോഷ്യൽ മീഡിയ തന്നെ അല്ലെ. നമ്മുടെ ചന്ദ്രലേഖ ചേച്ചിയൊക്കെ വന്ന ഒരു ജസ്റ്റ് ഒരു പാട്ട് രാജവംശം, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ല. രാജവംശം എന്നുള്ള പാട്ട് അല്ലേ മാഷേ പാടിയാണ് വന്നത്. അങ്ങനെയാണ് ചേച്ചി എന്താ പറഞ്ഞ ആ പാട്ട് പാടി ഒരുപാട് സിനിമകളിൽ പാടി. അതൊക്കെ എന്താണ് കാരണം? അത് തന്നെ, അതാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഒരു മുഖ്യ. അതുപോലെ തന്നെ ഇപ്പൊ ഈ അമ്പലം കണ്ടപ്പോഴാണ്, എത്ര പേർക്ക് ചെയ്തു ഈ അമ്പലം കണ്ടപ്പോഴാണ് എനിക്ക് പറയാനുള്ളത്, പുഴക്കരക അമ്പലത്തിന്റെ അവിടെ ഞാൻ ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്ത സംഭവം, അത് ഭയങ്കര ഒരു ഞാൻ പറയാം. എന്റെ ഫ്രണ്ട് സിബിൻ തോട്ടുങ്കൽ ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ് ഗുഡ് ലക്ക് വിഷന്റെ. സൂര്യാച്ചു നായികയായിട്ട് എൻ്റെ മക്കളൊക്കെ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമാണ്. നമ്മൾ അലിൻ ജോസഫ് പെരേരയൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു പുഴക്കരക്കാവിൽ പോയിട്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഇറങ്ങി അല്ലേ. അമ്പലക്കാർക്ക് ഒരു പ്രശ്നമില്ല, അത് നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അമ്പലത്തിൽ വന്ന് ഇങ്ങനെ തൊഴുതു എന്ന് വെച്ചാൽ ഒരു തെറ്റുമില്ല. പക്ഷേ കുറേ ആളുകൾ കമൻ്റ് ഇട്ടേക്കുവാണ്. ചില ആൾക്കാർ ഇട്ടേക്കുവാണ്, നീ എന്തിനാണ് അമ്പലത്തിൽ പോകണം, നീ മുസ്ലിം അല്ലേ. ചില ആൾക്കാർ പറയണേ, എന്തിനാ ഈ അമ്പലത്തിലേക്ക് പോയി ഒരു വർഗീയതയാണ്, ശരിക്കും അതൊരു വർഗീയതയാണ്. എന്നെ സംബന്ധിച്ച് അതൊരു വർഗീയതയാണ്. അപ്പൊ കലാകാരനെ സംബന്ധിച്ച് അങ്ങനെ കമന്റ് വന്നുകൊണ്ടിരുന്നപ്പോ ഞാൻ ജസ്റ്റ് ഫേസ് എടുത്ത് നോക്കിയപ്പോ നമ്മൾ അറിയുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നല്ല തെറി വിളിച്ചേനെ, അറിയുന്ന വ്യക്തികളെ. അപ്പൊ എന്താണ് പറഞ്ഞത്, അതൊക്കെ വർഗീയത അല്ലേ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊന്നും വർഗീയത ഇല്ല എന്നാണ് ഇതുവരെ വിശ്വസിക്കുന്നത്. ഇപ്പൊക്കെ ചിലന്മാർ എൻ്റെ കമന്റിന്റെ താഴെ കൊണ്ടുപോയി എഴുതി വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അവനൊക്കെ എൻ്റെ വീടിന്റെ അടുത്തുള്ളവന്മാരാ. അപ്പൊ നോക്കുമ്പോ സത്യം പറഞ്ഞ ഒരു അതായത് ഒരു വർഗീയത തന്നെയാണ്, അല്ലെങ്കിൽ എഴുതില്ല. ആയിക്കോട്ടെ, ആദിവാസി ആയിക്കോട്ടെ, മനുഷ്യനല്ലേ. ആരുടെ കയ്യിൽ നിന്നും ഈ ഞാൻ ചോദിക്കട്ടെ, ഈ കയ്യിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വരുന്നത് ബ്ലഡാ അല്ലേ? ചൊമ്പല്ലേ വരുള്ളൂ. നമ്മുടെ കിംബോയ് കിംബോയ് ഒരു പാവാട്ടോ, ഹലോ കിംബോയിനെ അറിയില്ലേ? കിംബോയ് സുഹൃത്തെ കിംബോയ് ഇല്ലേ, കിംബോയ് ഒരു ശുദ്ധനാണ്. അപ്പൊ അവന്റെ ഫേസ് വെച്ചിട്ട് കൊരങ്ങനെന്ന് നമ്മുടെ ശാന്തിവിള ദിനേശ് വിളിച്ചിട്ടുണ്ട്. അല്ല ഞാൻ പറയട്ടെ, പച്ചത്തറി ആൾക്കാർ വിളിച്ചത്. എടാ ഞാൻ പറയട്ടെ, ലോകത്തിൽ മനുഷ്യൻ വരുന്ന സമയത്ത് ലിയാണ്ടർത്താൻ മനുഷ്യനാണ് ആദ്യം ഭൂമിയിലുണ്ട് അല്ലെ ആദർശ? അങ്ങനെയാണ് ഞാൻ എന്റെ അറിവില് സോഷ്യൽ ഇതിൽ പഠിച്ചേക്കണം അല്ലെ, നമ്മൾ പഠിച്ചേക്കണത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ആ അദ്ദേഹത്തിനെ കളിയാക്കുവാന്ന് പറഞ്ഞാൽ ഭയങ്കര കൊരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. അപ്പൊ ഈ കിംബോയി മനുഷ്യനാണ്. പിന്നെ അതുപോലെ മനോജ് ടൈഗർ അണ്ണൻ, മനോജ് ഇല്ലേ, പൃഥ്വിരാജ് അടിപൊളിയാണ്, പൃഥ്വിരാജ് നല്ലതാണ് എന്നൊക്കെ പറയാം, ഭയങ്കര സ്നേഹം നമ്മളോട്. ഇവരൊക്കെ മനുഷ്യരാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജിതിൻ വന്നിട്ട് പുഷ്പ, പിന്നെ എന്താ പറയുക കങ്കുവേലൊക്കെ ചെയ്ത ജിതിനില്ലേ നമ്മുടെ തൃശ്ശൂർ ജിതിൻ കോഴിക്കോട്, അവനിപ്പോ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഉണ്ണിമുകുന്ദൻ ചേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് വരെ പെർഫോമൻസ് ചെയ്ത് മാർക്കോടെ. അവനൊക്കെ എന്ന് പറയുക സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആത്മാവായിട്ട് നടക്കുന്നൊരു പയ്യന. എന്നിട്ട് അവനെ വരെ ആൾക്കാർ കോമാളി എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? വേണ്ട, ഈ കഴിഞ്ഞ ദിവസം ജയറാമും അല്ല ഈ കഴിഞ്ഞ ദിവസം ജയറാമേട്ടന്റെ കൊച്ചിന്റെ കല്യാണം, ആ കല്യാണത്തിന് വരെ ആൾക്കാരിട്ടാണ് കമന്റ്സ് കാണുമ്പോൾ അറപ്പ് തോന്നുക. അതാണ് കാരണം. ഒരു കലാകാരനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് എന്താ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്. കാര്യം പറയട്ടെ, ഈ ചിലര് നിങ്ങൾക്ക് വല്ല പണിക്ക് പോയി കൂടെ എന്നൊരു കമന്റ് ഇടുന്നത്, ഈ പണിക്ക് പോകാത്തവന്മാരായിരിക്കും ഈ കമന്റ് കണ്ടുപിടിച്ചിട്ടോണ്ടിരിക്കണേ. അല്ല ഇവന്മാർക്ക് പണിയില്ലാത്തതുകൊണ്ടല്ല കമന്റ് ഇടുന്നത് അല്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ കമന്റ് ഇടുന്നവരോട് ഒരു നീ നിന്റെ കുടുംബം നോക്കുന്നില്ലേ? ഞാനൊരു കാര്യം പറയാം, കമന്റ് ഇടുന്നവരോട് ഒരു കാര്യം പറയാം. കമന്റ് ഇടുന്നത് നല്ലതാണ്, കാരണം നമ്മളുടെ വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ, അതിൽ സന്തോഷമുണ്ട് അല്ലേ? കാണുന്നുണ്ടല്ലോ. അല്ല അഭിലാഷ, ഞാൻ ചോദിക്കട്ടെ, നീ നിന്റെ കുടുംബം നോക്കുന്നില്ലേ? കുടുംബം നോക്കുന്നുണ്ട് അല്ലെ? ഞാൻ എന്റെ കുടുംബം നോക്കുന്നില്ലേ? നിഷ നോക്കുന്നില്ലേ? ഇതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്, ബോധിപ്പിക്കണ്ടല്ലോ. എന്തായാലും അപ്പൊ നിഷ പുതിയ വർക്കുകളൊക്കെ ആയിട്ട് വരിക. അലിയേട്ടന്റെ പെണ്ണ് ആൻസിയാണ് ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചത്. ബ്ലഡി നൈറ്റ് വന്നു, ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ എന്റെ പുതിയൊരു വർക്ക്, പുതിയ വർക്ക് ഇപ്പൊ ഡബിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിഷ സഹകരിക്കുന്നുണ്ട്. അതിൽ സന്തോഷം. അതിൽ മാഹിൻ മൂവാറ്റ് അഭിനയിച്ചിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസറായിട്ട്. അപ്പൊ ഞാൻ കേന്ദ്ര കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയാണ് അഭിനയിച്ചിരിക്കുന്നത്, അതിപ്പോ ഗൾഫിലാണ്. അപ്പൊ എന്തായാലും ആ വർക്ക് ഉടനെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും ക്രിസ്മസും
പുതുവത്സരമൊക്കെ നേരുന്നു. പുതുവത്സരമൊക്കെ അടിച്ചു പൊളിക്കുക കേട്ടോ. ക്രിസ്തുമസും പുതുവത്സരം നേരുന്നു. ക്രിസ്തുമസും പുതുവത്സരമൊക്കെ അടിച്ചു പൊളിക്കുക കണ്ട. വായി കുളിക്കാനല്ലെന്ന് കോളി. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ. ഞങ്ങൾക്ക് കുറച്ച് പരിപാടികൾ വരുന്നുണ്ട് ഗുഡ് ലക്ക് വിഷന്റെ. അപ്പൊ ഗുഡ് ലക്ക് വിഷൻ സുമേഷ് ഗുഡ് ലക്കും മാഹിൻ മൂവാറ്റിനും ഞാനുമാണ് നടത്തി വരുന്നത്. സുമേഷ് ഗുഡ് ലക്കിനെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അമീറ സിനിമയിലെ വില്ലനാണ്. മീനാക്ഷിക്കുട്ടി നായികയായ പടത്തിലെ വില്ലനാണ്. കോമഡി ഉത്സവത്തിൽ കമലഹാസന്റെ ശബ്ദം അനുകരിച്ചു വന്ന അമീറ പടത്തില്. പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ സുമേഷിനെ കുറിച്ച് പറയാം. ഞാൻ മിമിക്രി ചെയ്ത് വന്നെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ വല്യമ്മ മരിച്ചുപോയി. വാങ്ങി കേൾക്കണ്ടോ? ആ സമയത്ത് വല്യമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കെങ്ങനെ മിമിക്രി ചെയ്യണം സിനിമയിൽ വേണമെന്ന് പറയുമ്പോൾ മോൻ ചെന്നിട്ട് സുമേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് സുമേഷ് കുട്ട്ലക്കിൻ്റെ അടുത്ത് ചെല്ലുക പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകാമെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു ഒരു വെറ്റിലെ അടയ്ക്കാൻ കൊണ്ട് ഒരു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വെറ്റിലെ അടയ്ക്കാൻ ദക്ഷിണ വെച്ച് സുമേഷ് കുട്ട്ലക്കിനോട് പറഞ്ഞപ്പോൾ പുള്ളി ആദ്യം ചിരിച്ചെങ്കിലും നല്ലൊരു കാര്യം നിൻ്റെ വല്യമ്മ ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ ദക്ഷിണയായിട്ടത് വാങ്ങി അടയ്ക്കുകയും വെറ്റില വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ആരാവണമെന്ന് ആഗ്രഹം? എനിക്ക് ചെറിയ സിനിമാ താരമാവണം, മിമിക്രിയൊക്കെ ചെയ്ത്. ആരാവണം? ഒരു ജയറാമാവണം. ജയറാമെന്നാവുമല്ല, വേണേ ഒരു മണിച്ചേട്ടനെങ്കിലും ആവാമെന്ന്. അങ്ങനെ സുമേഷ് കുട്ട്ലക്ക് സപ്പോർട്ട് ചെയ്ത് LP സ്കൂളിലും തർബീയത്ത് സ്കൂളിലുമാണ് ഞാൻ പഠിച്ചത്. തർബീയത്ത് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ വെച്ച് ജെസ്സി ടീച്ചറും സുമേഷ് കുട്ട്ലക്കും ചേർന്നാണ് എന്നെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. മിമിക്രി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് സ്റ്റേജിൽ കയറ്റി അന്ന് തുടങ്ങിയാണ്. അപ്പോൾ സുമേഷ് കുട്ട്ലക്കാണ് നമ്മുടെ ഗുരു. സുമേഷ് കുട്ട്ലക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അല്ലേ സുമേഷ് കുട്ട്ലക്കാണ് പറയണേ. ഇവിടെ ശ്രദ്ധിക്കുക, സുമേഷ് കുട്ട്ലക്കാണ് എൻ്റെ മുടി വെട്ടാനുള്ള ഒരേ ഒരു കാരണം. കാരണം അവൻ പറഞ്ഞു അത് നല്ലത് എനിക്ക് പറഞ്ഞു തന്നുള്ളൂ അല്ലേ മാൻ? കാരണം മാൻ്റെ ആക്ട് കണ്ടിട്ട് അഭിനന്ദിച്ചാരാ സുമേഷ് കുട്ട്ലക്ക്. സുമേഷ് ഞങ്ങൾ മറക്കൂല ഒന്നും. എന്തായാലും നിഷ പുതിയ വർക്കുകളായിട്ട് വരട്ടെ. ആ മാഹിനെ അതുപോലെ പാട്ടൊക്കെ ആയിട്ട് 2 വരി പാട്ട് പാടി നിർത്താം. മാഹിന് 2 വരി. ഇന്നിപ്പോ നമുക്ക് ക്രിസ്മസിന് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് അല്ല, ഒരു സാധാരണ പാട്ട് പാടിയ ഒരു 2 വരി മെല്ലെ പാടിക്കും 2 വരി. മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം. കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ എല്ലാം മറക്കാൻ കഴിഞ്ഞെങ്കിൽ. ഓക്കെ, താങ്ക് യു. അലിൻ ജോസ് പെരേര എത്തിയിട്ടുണ്ട് കേട്ടോ.